വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടും കേരളത്തെ അവഗണിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് ശേഷവും കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നീങ്ങണമെന്ന് വാക്കുകൾക്ക് നന്ദി എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി മറുപടി ചിരിയിൽ ഒതുക്കുകയായിരുന്നുവെന്നും ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കേരളത്തെ കേന്ദ്രം നിരന്തരം അവഗണിക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തോട് പുലർത്തുന്ന നിഷേധാത്മക നിലപാട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതിങ്ങനെ: അദ്ദേഹത്തെ യാത്രയേക്കാൻ എയർപോർട്ടിൽ പോയപ്പോൾ അവസാനം വിമാനത്തിൽ കയറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇവിടെ വന്നതിന് നന്ദി, അതോടൊപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി. കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് വികസന കാര്യങ്ങൾക്ക് ഏകോപിതമായി നീങ്ങണം എന്ന് പറഞ്ഞതിന് പ്രത്യേക നന്ദി എന്ന് പറഞ്ഞു. മറുപടി പറഞ്ഞില്ല. വലിയൊരു ചിരിയായിരുന്നു മറുപടി. എന്തുകൊണ്ടാണ് ചിരിയിൽ ഒതുക്കിയത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രാവഗണനയെ കേരളം അതിജീവിക്കുന്നത്. നമ്മൾ പിടിച്ചു നിന്നത് നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാനായത്. വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയും അതിന് ആവശ്യമായ സഹായമല്ല, ഒരു സഹായവും ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടും അതോടൊപ്പം സാമ്പത്തികമായി അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കുന്ന നടപടികളുണ്ടായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തനത് വരുമാനത്തിലുണ്ടായ വർധനവിൻ്റെ ഭാഗമായാണ്. അവഗണനയും വെല്ലുവിളികളും അതിജീവിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.